ചേട്ടാ വോട്ട് ചെയ്യണ്ടേ? ഇന്ത്യൻ പൗരന്നുള്ള രീതിയിൽ എനിക്ക് വോട്ട് ചെയ്യുന്നതിന് പോലെ വലിയ അവകാശമല്ലേ എൻ്റെ? തീർച്ചയായിട്ടും. ഓക്കെ. ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ഇടുക്കി ആർക്കൊപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒന്നും തീരുമാനിച്ചതല്ല, ആർക്കാ വോട്ട് കുത്തേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുക. ആർക്ക് കുത്തിയിട്ട് എന്ത് കാര്യം? അണ്ണൻ തമ്പി പറഞ്ഞുള്ള ഇവിടെ ആർക്ക് കുത്തിയിട്ട് കാര്യം? ഡീൻ കുര്യാക്കോസ് എന്ന് പറഞ്ഞൊരു കക്ഷിക്ക് ഞങ്ങൾ 6 വോട്ട് കുത്തിയതാണ്. 6 വോട്ട് കുത്തിയിട്ട് ആ പുള്ളിയെ ഇടുക്കി പിന്നെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അയാൾ വീണ്ടും ഇവിടെ നിൽക്കുക. വീണ്ടും അയാൾക്ക് ഞങ്ങൾ വോട്ട് കുത്തിയാൽ എന്തവസ്ഥയിലേക്ക് പോകും? പറ. 5 വർഷം കഴിഞ്ഞ് അയാളെ ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല, ഇടുക്കിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഡീൻ കുര്യാക്കോസ് കോൺഗ്രസിന്റെ അടിവേര് ആകെപ്പാട് പറഞ്ഞു നല്ല സമുന്നമായ ഒരു നേതാക്കന്മാരുണ്ടോ കോൺഗ്രസ്സിൽ? ഇല്ലല്ലോ. പിന്നെ അവർക്കൊണ്ട് നമ്മുടെ മൗലികാവകാശം കൊണ്ട് ചൂണ്ടുവിരലെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ചിന്തീര്. അതുകൊണ്ട് ചേട്ടൻ്റെ വോട്ട് അല്ല പറയട്ടെ. അതുപോലെ തന്നെ അടുത്ത കക്ഷിക്ക് വോട്ട് കുത്തി കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ ഭരണത്തിന്റെ വ്യവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാമല്ലോ. ഈ 5-10 വർഷം കൊണ്ടുള്ള വ്യവസ്ഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടെയും കൊണ്ട് നമ്മുടെ ചൂണ്ടുവിരൽ കാണിച്ച് നമ്മൾ വീണ്ടും ഒരു അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയമുണ്ട്. കേരള ജനത്തിന് ഭയമുണ്ട്, എനിക്ക് ഭയമുണ്ട്, എൻ്റെ സംസാരത്തിന് ഭയമെന്നുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും. അപ്പോൾ ഈ 2 കക്ഷികൾക്ക് വോട്ട് കുത്തിയിട്ട് എന്ത് വിശേഷം? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കും. ഇനി 3-ാം കക്ഷി, അത് പിന്നെ പറയാതെയൊക്കെ തന്നെ അറിയാമല്ലോ ഇടുക്കിയുടെ രീതികൾ. അപ്പോൾ ആർക്ക് കുത്തണം എന്ന് ശങ്കിച്ച് നിൽക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഈ വൃദ്ധനായ. അടിപൊളി.